നമസ്തേ ധ്വനിയുത്തമൻ. യഥാർത്ഥ വികസന വിരോധികൾ ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? നിങ്ങൾക്കറിയാം, എനിക്കും അറിയാം. പക്ഷെ നിങ്ങളത് പറയാൻ കുറച്ച് ധൈര്യക്കുറവ് കാണിച്ചാലും ഞാനത് പറയും. കാരണം നമ്മുടെ നാടിന് വികസനം വേണം. അത് മാത്രമല്ല കേട്ടോ, അടുത്ത തലമുറ അവർക്ക് സുഖമായിട്ട് മുൻപോട്ട് പോകണമെങ്കിൽ ഈ തലമുറയിൽ നമ്മളൊക്കെ എന്തെങ്കിലുമൊക്കെ സുഖസൗകര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കണം. അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവർക്കും ആ സുഖസൗകര്യം ആസ്വദിച്ചുകൊണ്ട് അടുത്ത ജനറേഷൻ സ്മൂത്ത് ആയിട്ട് അവരുടേതായിട്ടുള്ള രീതിയിൽ പോവുക. അതിന് ഈ വികസന വിരോധികൾ ഇന്നും ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അവരെ അതാത് സ്ഥാനത്ത് നിന്ന് എടുത്ത് മാറ്റിയില്ലെങ്കിൽ അതിന്റെ കുറ്റക്കാര് നമ്മൾ കൂടിയാ. അപ്പൊ എന്ത് ചെയ്യണം? അങ്ങ് ഉച്ചത്തിൽ വിളിച്ചു പറയണം അവര് വികസന വിരോധികൾ തന്നെയാണെന്ന്. അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റില് നിർമ്മല സീതാരാമൻജി എയിംസിനെ കുറിച്ച് പരാമർശിച്ചതേയില്ല എന്ന് പറഞ്ഞിട്ട് സുരേഷ് ഗോപിനൊക്കെ അങ്ങ് ട്രോൾ ചെയ്ത് ഈ അന്തം കമ്മികളും കുങ്ങികളും എല്ലാം കൂടി എയിംസിന്റെ കാര്യത്തില് നമ്മുടെ കേരളത്തില് അന്തം കമ്മികളും കുങ്ങികളും ഒക്കെ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. അതിന്റെ യഥാർത്ഥ കാരണം കേൾക്കാനും അത് എന്തുകൊണ്ട് എയിംസ് ഇവിടെ വന്നില്ല എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനും ഒക്കെ ഇപ്പൊ കേരളത്തിലെ ജനങ്ങളൊക്കെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ചു വന്നിട്ടുണ്ട് എന്ന് മനസ്സിലായി. എന്തുകൊണ്ടാണ് കേരളത്തിന് എയിംസ് കിട്ടാതെ പോയത് എന്ന് അദ്ദേഹം പറയുന്നത് ഒന്ന് കേട്ടു നോക്ക്. 2021 ഫെബ്രുവരി 14 കൊച്ചിൻ റിഫൈനറിയുടെ എക്സ്പാൻഷന്റെ ഇനാഗുറേഷന്റെ സമയത്ത് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി മോഡി കേരള ഗവൺമെന്റിന് ഒരു എയിംസ് ഓഫർ ചെയ്തിട്ടുള്ളതാണ്. എയിംസിന് വേണ്ടി താഴെ പറയുന്ന നിബന്ധനകൾ പാലിക്കേണ്ടതാണ്. ഒന്ന്, 200 ഏക്കർ സ്ഥലമുള്ള 3 മുതൽ 4 സ്ഥലങ്ങൾ സജസ്റ്റ് ചെയ്യണം. അതിൽ നിന്ന് ഒരു സ്ഥലമാണ് കേന്ദ്ര ഗവൺമെന്റ് ആണ് നിശ്ചയിക്കുന്നത്. രണ്ടാമത്, വാട്ടർ കണക്ടിവിറ്റി വേണം. മൂന്നാമത്, 4 ലെയിൻ കണക്ടിവിറ്റി വേണം. 4, ഇലക്ട്രിസിറ്റി കണക്ഷൻ വേണം. ഈ പറയുന്ന നിബന്ധനകൾ ഒന്നും പാലിക്കാതെ 151 ഏക്കർ മാത്രമുള്ള കിനാലൂർ മാത്രമേ കേരള ഗവൺമെന്റ് ഇതിനു വേണ്ടി സജസ്റ്റ് ചെയ്തിട്ടുള്ളെന്നും അത് ഞങ്ങൾക്ക് വിവരാവകാശ രേഖ പ്രകാരം കിട്ടിയിട്ടുള്ളതുമാണ്. ഇതിനെതിരായി ഞങ്ങൾ ഹൈക്കോടതിയിൽ പോവുകയും ഹൈക്കോടതി WPC 23-001/24 ഡേറ്റഡ് 27/3/25 നിബന്ധനകൾ സ്റ്റേറ്റ് ഗവൺമെന്റും സെൻട്രൽ ഗവൺമെന്റും ഈ നിബന്ധനകൾ പാലിച്ചു മാത്രമേ എയിംസ് സ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഉത്തരവായിട്ടുള്ളതാണ്. ഈ നിബന്ധനകളെല്ലാം പാലിക്കുന്ന മേവള്ളൂരിലെ HNLന്റെ പഴയ സ്ഥലമായ ഇപ്പോൾ KPPLന്റെ സ്ഥലത്ത് റെയിൽവേ സ്റ്റേഷനും എല്ലാ ബാക്കിയുള്ള നിബന്ധനകളും പാലിക്കുന്ന 200 ഏക്കർ കൊടുക്കാവുന്നതാണ്. ഈ നിബന്ധനകൾ പാലിക്കാതെ കിനാലൂരിൽ മാത്രം കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെന്റിന് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ സാധിക്കുകയില്ല. നിയമം വിട്ട് എയിംസിന് കേന്ദ്ര ഗവൺമെന്റിന് സാങ്ഷൻ ചെയ്യാൻ ഹൈക്കോടതിയും അനുവദിക്കുന്നതല്ല. 200 ഏക്കർ ഭൂമി വേണമെന്ന മാനദണ്ഡം പാലിക്കാതെ വെള്ളം വേണം, ഇലക്ട്രിസിറ്റി വേണം, ഹൈവേയുടെ അടുത്ത് വേണം എന്നിങ്ങനെയുള്ള മറ്റ് മാനദണ്ഡങ്ങളും പാലിക്കാതെ ഒരു പ്രോപ്പർട്ടി കാണിച്ചുകൊണ്ട് കേന്ദ്രത്തോട് എയിംസ് വേണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അതെങ്ങനെ സാധ്യമാവും? എയിംസ് വേണമെന്ന ഉദ്ദേശത്തോടെ നോക്കുമ്പോഴാണ് ഈ മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടത്. സത്യത്തിൽ ഈ എയിംസ് ആരുടെ സ്വപ്നമായിരുന്നു? കോൺഗ്രസുകാര് ഭരിച്ചിരുന്ന സമയത്ത് ഇവിടെ കേരളത്തിൽ ഒരു എയിംസ് വേണമെന്ന് ആരെങ്കിലും മിണ്ടിയതായിട്ട് അറിഞ്ഞോ? ആരാണ് ഈ എയിംസിനെ കുറിച്ച് കേരളത്തിൽ സംസാരിച്ചത്? 2021 പാറശാലയിലെ BJPയുടെ നേതാവായിട്ടുള്ള കരമന ജയനാണ് ആദ്യം ഇത് സംസാരിക്കുന്നത്. പിന്നീടാണ് അത് സുരേഷ് ഗോപി സാർ സംസാരിക്കുന്നത്. ഇവരാണ് ഇത് ഉച്ചത്തിൽ കേരളത്തോട് വിളിച്ചു പറയുന്നത്. 2004 മുതൽ 2014 വരെ കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉണ്ടായിരുന്നല്ലോ. എവിടെയൊക്കെ എയിംസ് കൊണ്ടുവന്നു? സോണിയാഗാന്ധിയുടെ സ്വന്തം മണ്ഡലമായിട്ടുള്ള റായ്ബറേലിയിൽ ഒരു എയിംസ് കൊണ്ടുവന്നു. അതാണ് ആകെ കൊണ്ടുവന്ന എയിംസ്. എന്നാൽ മോദിജി വന്നതിന് ശേഷം 7 എയിംസ് മാത്രം ഉണ്ടായിരുന്ന രാജ്യത്ത് ഇന്ന് 30ഓളം എയിംസ് ആണ് ഉള്ളത്. ഇവിടെ മാത്രം എന്താ എയിംസ് കൊണ്ടുവരില്ല എന്ന് BJPക്കാർ പറയോ? അതോ വല്ല രാഷ്ട്രീയ വിരോധമുണ്ടോ? അങ്ങനെയെങ്കിൽ BJP ഭരിക്കാത്ത ബംഗാളില് നമ്മുടെ അഡ്വക്കേറ്റ് മാഡം ഉണ്ടല്ലോ, മമത മാഡത്തിന്റെ സ്റ്റേറ്റിൽ എയിംസ് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. തമിഴ്നാട്ടില് നമ്മുടെ സ്റ്റാലിന്റെ നാട്ടിലും എയിംസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് മാത്രമല്ല ആന്ധ്ര, പഞ്ചാബ്, കാശ്മീർ, തെലുങ്കാന ഇവിടെ എല്ലാം 2020 മുമ്പേ എയിംസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം, കേരളത്തിലെ 19 MPമാരെ അങ്ങോട്ട് വിട്ടിട്ടുണ്ട്. അവർക്കും കേന്ദ്രത്തോട് ആവശ്യപ്പെടാം കേരളത്തിന് എയിംസ് വേണമെന്ന്. എന്ത് ഇവരാരും അത് ചെയ്യുന്നില്ല? എല്ലാവർക്കും സുരേഷ് ഗോപിയോടാണ് കലിപ്പ്. ഇവരൊക്കെ പാർലമെന്റിൽ കയറി കലവില പറഞ്ഞ് വെറുതെ ബഹളം വെക്കാനും റെയിൽവേക്ക് സ്റ്റോപ്പ് കണ്ടുപിടിച്ചു കൊടുക്കാനും കലണ്ടർ പ്രസിദ്ധീകരിക്കാനും അല്ലാതെ വേറെ ഒന്നിനും കൊള്ളില്ല. ഇതൊക്കെ മനസ്സിലാക്കി തന്നെയാ തൃശ്ശൂരുകാര് ഒരു MPയെ പാർലമെന്റിലേക്ക് വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു 5 വർഷത്തെ സമയം കൊടുക്ക്, അദ്ദേഹം അത് ഭംഗിയായിട്ട് ചെയ്തോളൂ. അല്ല പിന്നെ 19 MPമാരും ഉറക്കത്തില്, ഒരാൾ മാത്രം പണിയെടുക്കണം. ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ ജനങ്ങള് ഉറങ്ങല്ല കേട്ടോ. അത് മാത്രമല്ല, കേരളത്തിന് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുള്ള ESI മെഡിക്കൽ കോളേജുകൾ നഷ്ടമാക്കിയത് കൂടി ഒന്നറിഞ്ഞിരിക്കണേ. വയനാട് മെഡിക്കൽ കോളേജ്, കാസർഗോഡ് മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ്, ഇത് 3 മുടക്കിയത് കേരള സർക്കാരാണ്. അതുകൂടി ഒന്ന് അറിഞ്ഞു വെച്ചോളൂ.